ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നെല്ലിക്ക ലേഹ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നെല്ലിക്ക, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, പിന്നെ ചക്കരയാണ് എടുത്തിരിക്കുന്നത്. ചക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടത്. അതെല്ലാം റെഡിയാണ്. അപ്പോൾ ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിലെ ദേഹരക്ഷയ്ക്കും സുഖചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള നടപടി നേരത്തെ തന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ നെല്ലിക്ക ആവി കയറ്റി അത് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴം സോക്ക് ചെയ്തിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, കറുത്ത മുന്തിരി അല്ലെങ്കിൽ ഉണക്കമുന്തിരി അതും നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. ചക്കര ഇപ്പുറത്ത് പാനിയാക്കി അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഉരുളിക്കകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന എന്താ പറയുക നെല്ലിക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ആദ്യം. അതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഈന്തപ്പഴം അരച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അടുത്തത് കറുത്ത മുന്തിരി അരച്ചെടുത്തു. കറുത്ത മുന്തിരി സീഡ്ലെസ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതെടുത്ത് അരച്ചെടുത്തു. ഡ്രൈ ആയിട്ടുള്ള മുന്തിരി, ഉണക്ക മുന്തിരി എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പം ഇതേ പരമ്പരാഗതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇതിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചക്കര അഥവാ കരിപ്പട്ടി. അപ്പം നമ്മൾ കരിപ്പട്ടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കരിപ്പട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ചക്കര കേട്ടോ. ഞാൻ ശർക്കരയല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, ചക്കരയാണ് കേട്ടോ. നല്ല ഇതായിട്ടുള്ള, അതായത് ശരിക്കും പറഞ്ഞാൽ ചക്കരയാണ് ഇടേണ്ടത്. ചക്കര ഇട്ടാലാണ് അതിൻ്റെ എല്ലാ ഇതും വരുന്നത്. അപ്പം നമ്മൾ ശർക്കര പാനി കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. ബാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ ഫ്ലെയിം കൊടുക്കാം. ഇനി ഒരു പ്രശ്നം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് റെഡിയായിട്ട് വരാൻ ഒത്തിരി താമസിക്കും കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നത്. എന്നാലും നമുക്ക് അങ്ങനെ ഞാൻ ഫ്ലെയിം കൊടുത്തു. ആദ്യമൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ഫ്ലെയിം കൂട്ടി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇതായിപ്പം മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വലുതായിട്ട് ചേർക്കാനൊന്നുമില്ല. അപ്പം നമ്മുടെ നെല്ലിക്ക ലേഹ്യം അങ്ങനെ ഉണ്ടായി തുടങ്ങാൻ പോകും കേട്ടോ. എൻ്റെ തുടക്കത്തിൽ ആയിട്ടുണ്ട്. ഇളക്കി വറ്റിച്ച് വരട്ടിയൊക്കെ എടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇത് കിടന്ന് തിളയ്ക്കുന്ന വരെ. അത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് ഹെൽത്ത് വൈസ് ഉള്ള ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു അടാറ് സംഭവമാണ് കേട്ടോ. അതിൻ്റെ എന്താ പറയുക ശരിയായിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കണേ കേട്ടോ. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പം അതിൻ്റെ ആ പൊട്ടലൊക്കെ നമ്മൾ ഈ എടുത്ത് കുറച്ച് ചക്കരപ്പാനി ഉണ്ടായിരുന്നു. കരിപ്പട്ടിയുടെ പാനി കുറച്ചുണ്ട്. അതുകൊണ്ട് വെച്ചു കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഇട്ടിരിക്കുന്നത് കറുത്ത മുന്തിരി എന്നൊക്കെ പറയുമ്പോഴേ അതിന് പുളി ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആ പുളിയൊക്കെ മാറി അതിൻ്റെ സ്വാദെല്ലാം നന്നായിട്ട് ക്രമീകരിച്ച് വരണമെങ്കിൽ ഈ ചക്കര നന്നായിട്ട് ഇടണം കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് മിൽമ നെയ്യാണ് കേട്ടോ. ലേഹ്യം എന്ന് പറഞ്ഞാൽ 1 കിലോ നെല്ലിക്ക, 1/2 കിലോ ഈന്തപ്പഴം, 1/4 കിലോ ഉണക്കമുന്തിരി, ഇത്രയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം 3 ടേബിൾ സ്പൂണായി. നമ്മുടെ നെയ്ക്കാണ്ട് ഇപ്പം ഇതെല്ലാം തിരിച്ചാതെ ഇട്ട് വന്ന് നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് നെയ്യും കൂടെ ഒഴിക്കാം. ഇത് ഞാൻ 4ാമത്തെ സ്പൂണാണ് ഇടുന്നത്. നെയ്യ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ലേഹ്യത്തിനൊക്കെ നല്ലോണം നെയ്യ് വേണം കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു ഡബ്ബയ്ക്കകത്തോ പിന്നിനകത്തൊക്കെ ആക്കി വയ്ക്കാം. അപ്പോൾ ഗ്ലാസ്സിൻ്റെ ആണെങ്കിൽ നല്ലത്. എല്ലാം ഇപ്പോഴത്തെ നല്ല ഇതൊക്കെ ഇടാൻ പറ്റിയ ഇതുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. അപ്പോൾ നല്ല കണ്ടെയ്നറിനകത്ത് നമുക്ക് വയ്ക്കാം. ആറുന്നത് വരെ അവിടെ വച്ചിട്ട്. ഇപ്പോൾ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇതിൻ്റെ പരുവം നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നെയ്യും കൂടെ, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം എടുത്ത് വയ്ക്കുക. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ നെല്ലിക്ക ലേഹ്യം റെഡി.